ഹലോ, ഇന്ന് ഞാനും രാസക്കുട്ടിയും കൂടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഈ ഫെസ്റ്റിവലിന് സക്കുറ ഡേ എന്നാണ് കേട്ടോ പറയുന്നത്. സക്കുറ എന്ന് പറഞ്ഞിട്ട് ചെറി ബ്ലോസം എന്നാണ് അർത്ഥം. ഇവിടെ നിറച്ച് ചെറി ബ്ലോസാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. മറ്റുള്ള പൂക്കളുണ്ടെങ്കിൽ പോലും അതിങ്ങനെ അവരിങ്ങനെ ശരിക്കും ഓർഡറായിട്ട് വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണുമ്പോൾ. ഞങ്ങളൊരു 10:30 ആകുമ്പോൾ എത്തിയിട്ടോ. അപ്പോൾ ഈ ഫുഡ് ട്രക്കുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ അവർ. എന്നിട്ട് ഞാനും രാസക്കുട്ടിയും കൂടി ഇങ്ങനെ നടന്നുണ്ടാവും. അപ്പം അങ്ങനെ ഓരോ ഓരോ സ്റ്റോളുകൾ ഇങ്ങനെ പുറമേ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അവിടെ ഒരു ഈ ലാവൻഡറിൻ്റെ ചെടികൾ ഇങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി പോയപ്പോൾ പോലീസിൻ്റെ ഒരു ഫ്രണ്ട്ലി മീറ്റ് എന്ന് പറയില്ലേ, നമ്മുടെ നാട്ടിലെ ജനമൈത്രി പോലീസ് പോലെ. കാരണം അവരായിട്ട് പരിചയപ്പെടാൻ, പിന്നെ അവരുടെ യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ പരിചയപ്പെടാനായിട്ട് ഒരവസരം. അങ്ങനെ രാസക്കുട്ടിക്ക് അവരുടെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവരുടെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലും പിന്നെ അവരുടെ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തു മോൾക്ക്. അവർ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും. ഓരോ കുട്ടികളും വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കാണുന്നത് നല്ല രസം. കുട്ടികളിങ്ങനെ ചെയ്ത് കാണുമ്പോഴേ കുറേ കുട്ടികളുണ്ട്, കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കാറ് നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൽ മോളേനെ കയറ്റിയിരുത്തിയിട്ട് ഫോട്ടോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരൊരു സീലൊക്കെ കൈമടിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് അവരെന്നെ പറയുന്നുണ്ട് മോളുടെ അടുത്ത് ഇവിടെ പോലീസ് ഓഫീസറിന്. അപ്പോഴാണ് എനിക്കൊരാഗ്രഹം തോന്നിയത്, നമ്മുടെ നാട്ടിലെ കൈവിലങ്ങൊന്ന് ഇട്ട് നോക്കണം എന്നുള്ളത്. അങ്ങനെ അവർ ഇടീസ് തന്നു കേട്ടോ. അത് രസം മോളുടെ അടുത്ത് അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ അവർ തമാശയ്ക്ക് പറഞ്ഞു അവരുടെ കീ കാണാനില്ല എന്ന് ദഹിക്കാനുള്ളത്. വെറുതെ പറഞ്ഞതാണ്. പിന്നെ അത് അഴിച്ചു തന്നു. അപ്പം സമാധാനമായിട്ടോ. ചെയ്തു തരും, എന്നാലും അവർ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഞാനും രാസക്കുട്ടിയും കൂടി അവിടെ നിന്ന് നടന്നു. പോകുന്ന വഴിക്ക് നിറച്ച് ഇങ്ങനെ ചെറിയ കുളങ്ങൾ, അതുപോലെ ധാരാളം ഈ ചെറി ബ്ലോസം വിരിഞ്ഞ് നിൽക്കുന്നത് ഒക്കെ കാണാം. അത് ഈ സ്പ്രിംഗ് സീസണിൽ വെള്ള കളറിലും പിങ്ക് കളറിലും നിറച്ചുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ അവിടെ ഒരു ഓണം ഷോട്ട് അവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും രാസക്കുട്ടിയും കൂടിയിട്ട്. നിറച്ചുണ്ടാവും. അത് ഈ സീസണിലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുഴുവൻ കൊഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നിറച്ച ഇലകൾ വരും കേട്ടോ. അപ്പോൾ ഈ സീസണായിട്ട് വെച്ചെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ്. ഒരുപാട് പേര് ഇത് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുകൂടാതെയും കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം വെച്ചാൽ അവർ അത്രയും അറേഞ്ച് ചെയ്തിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോഴാണ് പിന്നെ കണ്ടത് ഒരു പെർഫോമൻസിൻ്റെ ഒരു സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ബ്രോഷർ ഉണ്ട് കേട്ടോ, അവരുടെ ഈ പ്രോഗ്രാമിൻ്റെ ചാർട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു ഇൻഡോനേഷ്യൻ ഡാൻസാണ് നടക്കണതെന്നാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ തന്നെയായിരിക്കും വേണമെങ്കിൽ അത് ചെയ്യുന്നുണ്ടാവുക. അതൊരു ബാസ്കറ്റ് ബോൾ കോർട്ടാണ് കാണുന്നത്. കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതേപോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനൊരു രാസക്കുട്ടി ഇവിടെ ഇരിക്കുന്നു, ബാക്കിൽ സ്ഥലമുണ്ട് ഇരിക്കാൻ. അടുത്തത് ഒരു കുട്ടിയുടെ കരാട്ടെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അടുത്തത് ഒരു ജാപ്പനീസ് ട്രഡീഷണൽ ഡാൻസ് ആയിരുന്നു.
അങ്ങനെ നമ്മൾ പുറത്തേക്ക് കടന്നു. ഇനി നമ്മൾ പോണത് ടൈക്കോ ഡ്രംസിൻ്റെ വർക്ക്ഷോപ്പ് കാണാനാണ് കേട്ടോ. ടൈക്കോ ഡ്രംസ് എന്ന് വെച്ചാൽ ജാപ്പനീസിൻ്റെ ഒരു ട്രഡീഷണൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം ഞാനൊരു രാസക്കുട്ടിയും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അവിടെയുള്ളൊരു കുട്ടി വന്നിട്ട് മോൾക്ക് അത് പ്ലേ ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ മോള് കുറച്ച് നേരം അതിൽ പ്ലേ ചെയ്തിട്ട് പിന്നെ നോക്കിയപ്പോൾ അടുത്ത റൂമിൽ വലിയൊരു ഡ്രം വെച്ചിട്ടുണ്ട് അവർ. അതിൽ ഞാനും ഒന്ന് കൊട്ടി നോക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു രാസക്കുട്ടിയും കൂടിയിട്ട് പുറത്തേക്ക് കിടന്നു. രാസക്കുട്ടി എന്ന് പറയുന്നത് ഐറേനയാണ് കേട്ടോ. ഞാനത് വിളിച്ച് ശീലമായി മോളേനെ. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഇന്തോനേഷ്യൻ എക്സിബിഷൻ കാണുന്നത്. അവരുടെ ഡ്രസ്സുകളും അവർ ഉപയോഗിക്കുന്ന മാസ്കുകൾ അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അവരുടെ ഒരു ഡ്രസ്സ് മോളേനെ ഒന്ന് ഇടിയിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു കേട്ടോ. അങ്ങനെ മോളേനെ അത് ഇടിയിപ്പിച്ച് നോക്കി കേട്ടോ. ഇടുന്നതിന് മുമ്പ് മോൾക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ മോൾക്ക് പോയി ഷോർട്ട്സും ടീഷർട്ടും ഒക്കെയാണ് ഇഷ്ടം കൂടുതൽ. മറ്റേ ഡ്രസ്സൊക്കെ ഒന്നും കൂളല്ല എന്നാണ് പറയുന്നത്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ചിരിയൊക്കെ വന്നു. അവർ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളും എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ അവരുപയോഗിക്കുന്ന മാസ്കുകൾ, ടർബൻ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. കുറച്ച് ക്ലോത്ത്സൊക്കെ ഉണ്ടായിരുന്നു അവരുടെ എക്സിബിഷനിൽ. അത് കണ്ടു പുറത്തേക്ക് കിടന്നു. പിന്നെ നമ്മൾ പോകുന്നത് ഒറിഗാമിയുടെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ. ഒറിഗാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഓരോ ഷേപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലിഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലെത്തി. കാലിഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷും പെയിൻറ്റും വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ്. ഇത് ജാപ്പനീസ് ഭാഷയിലാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് എഴുതാൻ. കാരണം വെച്ചെങ്കിൽ മോൾക്ക് പെയിൻറ്റ് ചെയ്യാനും ചിത്രം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മോള് ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശന്നു. അങ്ങനെ ഫുഡ് കോർട്ട് നോക്കിയിട്ട് നടക്കുകയാണേ. അപ്പോൾ കണ്ടു ഞങ്ങൾ അവരുടെ ക്യാൻറ്റീനാണത്. യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീനാണ്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും വന്നു. ഞങ്ങളത് കഴിച്ചു കേട്ടോ. കുറേ പേര് പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഫുഡ് സ്പേസ് ഉണ്ട് അവർക്ക്, കോളേജിൻ്റെ തന്നെ. ഇന്ന് നല്ല വെതറുമാണ്. അതുകൊണ്ട് കുറേ പേര് പുറത്തിരുന്നിട്ടാണ് കഴിക്കണേ കേട്ടോ. നല്ല തിരക്കുണ്ടെന്ന്. അതിനപ്പുറത്ത് തന്നെ സ്റ്റുഡൻസ് നടത്തുന്ന ഫുഡ് സ്റ്റാളുകളും ഉണ്ട്. അവിടെ നിന്നും ആൾക്കാർ വന്ന് കഴിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ട്രക്കുകളുള്ള സ്ഥലത്തെത്തി കേട്ടോ. നല്ല തിരക്കാണ് അവിടെ. കാരണം എന്താ വെച്ചാൽ ഉച്ചയായല്ലോ സമയം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഒരു സ്റ്റാൾ കണ്ടേ. അവിടെ ഈ ക്രേപ്സ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ വെച്ചെങ്കിൽ പാൻ കേക്കാണ്. അതുപോലെയാണ് പാൻ കേക്കല്ല, പാൻ കേക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു. അതിൽ ചോക്ലേറ്റൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പക്ഷെ അത് വാങ്ങിയില്ല. മോള് മറ്റേ ഫുഡൊക്കെ കഴിച്ച കാരണം ഇത് കുറച്ച് ഹെവിയാണല്ലോ, അത് വാങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം ട്രക്ക് കണ്ടു. ഈ കാണുന്നതൊരു മെക്സിക്കൻ ട്രക്കാണ് കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്ക് തന്നെ. പിന്നെ കാണുന്നതാണ് ചോക്ലേറ്റും സ്ട്രോബെറിയും കൂടിയിട്ട് ഉണ്ടാക്കുന്നത്. അത് മോൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അത് മേടിക്കാമെന്ന് പറഞ്ഞു. അത് ഒരു ഗ്ലാസ്സിൽ സ്ട്രോബെറി ഇട്ടിട്ട് അതിൽ മുഴുവൻ മെൽറ്റഡ് ചോക്ലേറ്റ് നിറക്കി അവർ ചെയ്യുന്നത്. അപ്പോൾ മോൾക്ക് അതിൻ്റെ മീതെ സ്പ്രിങ്കിൾസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നിട്ട് കഴിച്ചു കേട്ടോ. അത് വിറ്റക്കേസിൻ്റെ ചോക്ലേറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
അതുപോലെ സ്ട്രോബെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോൾക്ക് ചോക്ലേറ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.